Welcome to classification of elements and periodicity in properties. നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. സെക്ഷൻ 1 ഹിസ്റ്ററി ഓഫ് പീരിയോഡിക് ടേബിൾ. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിനെ വിളിക്കുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. വളരെ കാലം മുമ്പ് തന്നെ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ശ്രമങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ശ്രമങ്ങൾ മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്? എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യകത എന്താണ്? മൂലകങ്ങളെ തരംതിരിക്കേണ്ട ആവശ്യകത എന്താണ്? ആൻസർ നോക്കൂ. എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഫോർ ദെയർ സിസ്റ്റമാറ്റിക് സ്റ്റഡി. ക്രമീകൃതമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയാണ്, ചിട്ടയായിട്ടുള്ള പഠനത്തിന് വേണ്ടിയാണ് എലമെന്റുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഇപ്പൊ സബ്ജക്റ്റുകളെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നൊക്കെ തരംതിരിച്ചിരിക്കുന്നത് എന്തിനാണ്? പഠിക്കാനുള്ള സൗകര്യത്തിന്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ എലമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഫോർ ദെയർ സിസ്റ്റമാറ്റിക് സ്റ്റഡി. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എ നോട്ട് ഓൺ ഡോബറീനേഴ്സ് ട്രയാഡ്സ്. ഡോബറീനർ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഡോബറീനർ 1800 ട്രയാഡ് എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നു. എന്താണ് ട്രയാഡ് എന്ന് നോക്കാം. എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു സങ്കല്പമാണ് ട്രയാഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ട്രയാഡ് ഈസ് എ സെറ്റ് ഓഫ് 3 elements. 3 എലമെന്റുകൾ അടങ്ങിയ ഒരു കൂട്ടമാണ്, ഒരു സെറ്റാണ് ട്രയാഡ്. ട്രയാഡ് ഈസ് എ സെറ്റ് ഓഫ് 3 elements. ട്രയാഡിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നോക്കാം. ദ മാസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി മിഡിൽ എലമെന്റ് are found to be the average of the other 2 elements. മിഡിൽ എലമെന്റിന്റെ മാസും ഗുണങ്ങളും, പ്രോപ്പർട്ടീസ്, മറ്റു 2 എലമെന്റുകളുടെ ആവറേജ് ആയിരിക്കും. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഒരു ട്രയാഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതൊരു ട്രയാഡാണ്. ലിഥിയത്തിന്റെ മാസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യത്തിന്റെ മാസും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 39ഉം 7ഉം കൂട്ടുക എത്രയാണ്? 46, 46. ഇതിന്റെ ആവറേജ് കാണുകയാണ്. 2 പേരുടെ മാസാണ് കൂട്ടിയത്. അപ്പൊ ആവറേജ് കാണുമ്പോൾ 46 ഡിവൈഡഡ് ബൈ 2. മിഡിൽ എലമെന്റായ സോഡിയത്തിന്റെ മാസ് എത്ര? 23 ആണ്. ഇതേ ഉത്തരമാണ് നമുക്കും കിട്ടിയത്. 39ഉം 7ഉം കൂട്ടി ഡിവൈഡഡ് ബൈ 2, 23 എന്ന് കിട്ടി. ഇപ്പൊ നമ്മുടെ റൂള് ശരിയായി. ഒന്നാമത്തെ എലമെന്റിന്റെയും മൂന്നാമത്തെ എലമെന്റിന്റെയും മാസ് കൂട്ടി ആവറേജ് കണ്ടപ്പോൾ മിഡിൽ എലമെന്റിന്റെ മാസ് കിട്ടി. അപ്പൊ മിഡിൽ എലമെന്റിന്റെ മാസ് മറ്റ് 2 എലമെന്റുകളുടെയും മാസുകളുടെ ആവറേജ് ആണ്.
പ്രോപ്പർട്ടിയും അതുപോലെ തന്നെയാണ്. ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും പ്രോപ്പർട്ടികളുടെ ആവറേജ് ആണ് സോഡിയത്തിൻ്റെ പ്രോപ്പർട്ടി. The mass and properties of the middle element are found to be the average of the other two elements. അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ മാസ് ഇവിടെ കൊടുത്തത്. ഒന്നാമത്തെ എലമെന്റിന്റെ മാസ് 7, മൂന്നാമത്തെ എലമെന്റിന്റെ മാസ് 39, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 46 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് വരിക? 23. ഈ 23 ആണ് മിഡിൽ എലമെന്റ് ആയ സോഡിയത്തിന്റെ മാസ് വരുന്നത്. അപ്പോൾ നമ്മുടെ റൂൾ കറക്റ്റായി. വേറെ എക്സാമ്പിൾ, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവിടെയും ഈ റൂൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാൽഷ്യത്തിന്റെ മാസും ബേരിയത്തിന്റെ മാസും ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചിലപ്പോൾ കറക്റ്റ് കിട്ടിയില്ല എന്ന് വരാം. 137 40 കൂട്ടിയാൽ 177 177 വരുന്നത്. അതിൻ്റെ കറക്റ്റ് പകുതിയല്ല 88, ഏകദേശം സാമ്യം ഉണ്ടായാൽ മതി, വലിയൊരു വ്യത്യാസം ഉണ്ടാകരുത്. കറക്റ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ട്രയാഡായിട്ട് പരിഗണിക്കാം. 177 ബൈ 2, അത് കറക്റ്റ് 88 അല്ല അല്ലേ? എന്നാലും നമുക്കിത് ട്രയാഡായിട്ട് പരിഗണിക്കാം. വലിയ വ്യത്യാസം ഉണ്ടാവാൻ മതി. ക്ലോറിൻ്റെ മാസ് തന്നിട്ടുണ്ട് 35.5, അയോഡിൻ്റെ മാസ് തന്നിട്ടുണ്ട് 127, രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2. കറക്റ്റ് 80 അല്ല കിട്ടുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കണം. കറക്റ്റ് 80 അല്ല കിട്ടുന്നത്, പക്ഷേ 80ൻ്റെ അടുത്താണ്. അതുകൊണ്ട് നമുക്കിതിനെ ട്രയാഡായിട്ട് പരിഗണിക്കാം. ഇപ്പം ട്രയാഡുകൾക്ക് എക്സാമ്പിൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇത് പഠിച്ചു വെക്കണം. ഈ ട്രയാഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ കുറച്ച് എലമെന്റുകൾ മാത്രമേ അനുസരിക്കുന്നു. നോക്കൂ, ഇവിടെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ വന്നിരുന്നു അല്ലേ? കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവിടെ തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും എലമെന്റിന്റെ മാസ് കൂട്ടി ആവറേജ് കാണുമ്പോൾ കറക്റ്റായിട്ട് മിഡിൽ എലമെന്റിന്റെ മാസ് കിട്ടുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. ഇവിടെയും അത് തന്നെയാണ് കേസ്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ വളരെ കുറച്ച് എലമെന്റുകൾ മാത്രമേ ഈ ട്രയാഡ് എന്ന് പറയുന്ന സങ്കല്പം അനുസരിക്കുന്നുള്ളൂ, ഈ കൺസെപ്റ്റ് അനുസരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ട്രയാഡിനെ നമ്മൾ ഉപേക്ഷിച്ചു. പക്ഷേ ആദ്യകാലത്ത് നടത്തിയ ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോഴും ഇതിനെ പഠിക്കുന്നത്. ഇനിയൊരു നോട്ട്, ഒരു സിലിണ്ടറിക്കൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ ആളാണ് സിലിണ്ടറിക്കൽ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് എന്നത് സിലിണ്ടറിക്കൽ പീരിയോഡിക് ടേബിൾ. ഇതിൻ്റെ ഉപജ്ഞാതാവാണ് AEB ഡി ചാൻകോർട്ടോയിസ്. സിലിണ്ടറിക്കൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ സയന്റിസ്റ്റ് AEB ഡി ചാൻകോർട്ടോയിസ്. ഇദ്ദേഹം എന്ത് ചെയ്തു? He arranged the elements in the increasing order of atomic weight and made a cylindrical periodic table of elements. അറ്റോമിക് വെയിറ്റ് അനുസരിച്ച്, അറ്റോമിക് മാസ് അനുസരിച്ച് എലമെന്റുകളെ ക്രമീകരിച്ച് സിലിണ്ടറിക്കൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഈ പേരൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി. സിലിണ്ടറിക്കൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ സയന്റിസ്റ്റ് AEB ഡി ചാൻകോർട്ടോയിസ്. ഓക്കെ, നോട്ട് എഴുതിയെടുക്കാം. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്. 1865 ഒക്ടേവ് എന്ന് പറയുന്ന സങ്കല്പം, കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇത് ആവിഷ്കരിച്ചത് ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ന്യൂലാൻഡ്സ്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ന്യൂലാൻഡ് അറേഞ്ച്ഡ് ദ എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് their atomic weights. അറ്റോമിക് വെയിറ്റ് കൂടി വരുന്ന രീതിയിലാണ് എലമെന്റുകളെ അറേഞ്ച് ചെയ്തത്.
പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി എലമെന്റുകളെ അറ്റോമിക് വെയിറ്റ് കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു. അറ്റോമിക് വെയിറ്റ് കുറഞ്ഞ എലമെന്റിനെ ആദ്യം പ്ലേസ് ചെയ്തു, അതിനുശേഷം അറ്റോമിക് വെയിറ്റ് കൂടിയ എലമെന്റുകൾ. ഇയാൾ ശ്രദ്ധിച്ച കാര്യം, ന്യൂലാൻഡ് കണ്ടെത്തിയ കാര്യം എന്താണ്? ഹി നോട്ടഡ് ദാറ്റ് ആൻ എലമെന്റ് ആൻഡ് ദ ഫോളോയിങ് എയ്ത്ത് എലമെന്റ്, ആൻ എലമെന്റ് ആൻഡ് ദി ഫോളോയിങ് എയ്ത്ത് എലമെന്റ്, ഒരു എലമെന്റും അതിനെ തുടർന്ന് വരുന്ന എട്ടാമത്തെ എലമെന്റ്, ഒരു എലമെന്റിന് ശേഷം വരുന്ന എട്ടാമത്തെ എലമെന്റ് എന്ത് കാണിക്കുന്നു? ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, ഗുണങ്ങളിൽ സാദൃശ്യം, സിമിലാരിറ്റി കാണിക്കുന്നു. അപ്പോൾ ഒരു എലമെന്റിന് ശേഷം വരുന്ന എട്ടാമത്തെ എലമെന്റ്, ഒരു എലമെന്റിന് ശേഷം വരുന്ന എട്ടാമത്തെ എലമെന്റ് ആ എലമെന്റിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നു, പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഒക്ടേവ്സ്. ഒരു എലമെന്റിന് ശേഷം വരുന്ന എട്ടാമത്തെ എലമെന്റ് ആദ്യത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി, സാദൃശ്യം കാണിക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഒക്ടേവ്സ്. ഹി നോട്ടഡ് ദാറ്റ് an element and the following eighth element show similarity in properties. This is known as law of octaves. ഇതിനെയാണ് law of octaves എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ഏതുപോലെയാണ് നമുക്ക് നോക്കാം. മ്യൂസിക്കിലെ ഒക്ടേവ് പോലെയാണ്. മ്യൂസിക്കിലെ ഒക്ടേവ് പോലെയാണ്. ശാസ്ത്രീയ സംഗീതം പഠിച്ച കുട്ടികൾക്ക് അറിയാം. സ രി ഗ മ പ ധ നി, ഏഴെണ്ണമായി അല്ലെ? നോട്ടുകൾ ഏഴെണ്ണമാണ്. സ രി ഗ മ പ ധ നി. എട്ടാമത്തെ നോട്ട് വീണ്ടും എന്ത് വന്നു? സ വന്നു. അപ്പൊ ഒന്നാമത്തെ നോട്ടും എട്ടാമത്തെ നോട്ടും ഒരുപോലെയാണ്. ഒന്നാമത്തെ നോട്ട് സ ആണ്, എട്ടാമത്തെ നോട്ടും എന്താണ്? സ. സരിഗമപദനി വീണ്ടും സ. ഇതുപോലെയുള്ള ഒരു ബന്ധമാണ്. ദ റിലേഷൻഷിപ്പ് ഈസ് ലൈക്ക്, ഇതുപോലെ സിമിലർ ഫസ്റ്റ് ആൻഡ് എയ്ത്ത് നോട്ട്സ് ഇൻ ഒക്ടേവ്സ് ഓഫ് മ്യൂസിക്. മ്യൂസിക്കിലെ ഒക്ടേവ്സ്, അതിലെ നോട്ടുകളെ പോലെയാണ് ഈ ബന്ധം. ഒന്നാമത്തെ നോട്ടും എട്ടാമത്തെ നോട്ടും ഒരുപോലെയാണ്. അതുപോലെയാണ് ഒരു എലമെന്റും അതിനുശേഷം വരുന്ന എട്ടാമത്തെ എലമെന്റും ഒരുപോലെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞത്. മ്യൂസിക്കിലെ ഒക്ടേവ്സ് പോലെയാണ്. ദ റിലേഷൻഷിപ്പ് ഈസ് ലൈക്ക് സിമിലർ ഫസ്റ്റ് ആൻഡ് എയ്ത്ത് നോട്ട്സ് ഇൻ ഒക്ടേവ്സ് ഓഫ് മ്യൂസിക്. അടുത്ത പോയിന്റ്, only elements up to calcium obey the law. Only elements up to calcium obey the law. കാൽഷ്യം വരെയുള്ള എലമെന്റുകൾ മാത്രമേ ഈ ലോ അനുസരിക്കുന്നുള്ളൂ. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അറ്റോമിക് നമ്പർ 20 വരെയുള്ള എലമെന്റുകൾ മാത്രമേ ഈ നിയമം അനുസരിക്കൂ. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. 3ന്റെ കൂടെ 8 കൂട്ടി നോക്കൂ. 3ന്റെ കൂടെ 8 കൂട്ടി നോക്കിയാൽ 11 എന്ന് കിട്ടി. 11 സോഡിയത്തിന്റെ അറ്റോമിക് നമ്പറാണ്. അപ്പൊ ലിഥിയത്തിനും സോഡിയത്തിനും സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഒക്ടേവാണ്. ലിഥിയം സോഡിയം എന്ന് പറയുന്നത് ഒരു ഒക്ടേവാണ്. ലിഥിയം സോഡിയം, രണ്ടെണ്ണം മതി. ലിഥിയം സോഡിയം. ഇനി 11ന്റെ കൂടെ 8 കൂട്ടി നോക്കൂ. 11ന്റെ കൂടെ 8 കൂട്ടിയാൽ 19. അപ്പൊ സോഡിയവും പൊട്ടാസ്യവും അടുത്ത ഒക്ടേവാണ്. സോഡിയവും പൊട്ടാസ്യവും വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എഴുതാം. ലിഥിയം സോഡിയം ഒരു ജോഡിയാണ്. ഇനി സോഡിയം പൊട്ടാസ്യം അടുത്ത ജോഡി. അടുത്ത എക്സാമ്പിളാണ് സോഡിയം പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം
അടുത്ത എക്സാമ്പിളാണ്. 3ന്റെ കൂടെ 8 കൂട്ടി 11, 11ന്റെ കൂടെ 8 കൂട്ടി 19. 19ന്റെ കൂടെ 8 കൂട്ടിയാൽ ശരിയാവില്ല. 19ന്റെ കൂടെ 8 കൂട്ടിയാൽ 27, 27 എന്നാണ് കിട്ടുന്നത്. 27 ആയിട്ടുള്ള എലമെന്റ് കൊബാൾട്ട് ആണ്. കൊബാൾട്ട് ഈ ഗ്രൂപ്പിൽ വരില്ല. സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ പ്രോപ്പർട്ടിയുമായിട്ട് സാദൃശ്യം ആർക്കില്ല? കൊബാൾട്ടിനില്ല. അതുകൊണ്ട് ഈ ലോയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അറ്റോമിക് നമ്പർ 20 ശേഷം ഈ ലോ വാലിഡ് അല്ല. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. 4ന്റെ കൂടെ 8 കൂട്ടി നോക്കൂ, 12. അപ്പൊ ബെർലിയത്തിനും മഗ്നീഷ്യത്തിനും സിമിലാർ പ്രോപ്പർട്ടി ഉണ്ട്. ബെർലിയത്തിനും മഗ്നീഷ്യത്തിനും സിമിലാർ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഒക്ടേവ് ആണ്. ഇനി 12ന്റെ കൂടെ 8 കൂട്ടിയാൽ 20. അപ്പൊ മഗ്നീഷ്യവും കാൽഷ്യവും ഒക്ടേവിന് എക്സാമ്പിളാണ്. മഗ്നീഷ്യവും കാൽഷ്യവും ഒക്ടേവിന് എക്സാമ്പിളാണ്. മഗ്നീഷ്യം കാൽഷ്യം ഒക്ടേവിന് എക്സാമ്പിളാണ്. ഇനി 20ന്റെ കൂടെ 8 കൂട്ടിയാൽ നിക്കൽ എന്ന് പറയുന്ന എലമെന്റ് ആണ് കിട്ടുക. അറ്റോമിക് നമ്പർ 28 ആയിട്ടുള്ള എലമെന്റ് നിക്കലാണ്. നിക്കലിന്റെ പ്രോപ്പർട്ടി കാൽഷ്യവുമായോ മഗ്നീഷ്യവുമായിട്ടോ സാദൃശ്യമില്ല. അതുകൊണ്ട് ഈ റൂൾ വാലിഡ് അല്ല. അറ്റോമിക് നമ്പർ 20ക്ക് ശേഷം ഈ റൂൾ വാലിഡ് അല്ല. ഒക്ടേവുകൾക്ക് കുറച്ച് എക്സാമ്പിൾ: ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം. 4 എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഒരു എലമെന്റിന് ശേഷം വരുന്ന 8ാമത്തെ എലമെന്റിന് ആദ്യത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി ഉണ്ട്. ഇതിനെയാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ് എന്ന് വിളിക്കുന്നത്. ഇത് സംഗീതത്തിലെ നോട്ടുകളെ പോലെയാണ്, ഒക്ടേവ്സിലെ നോട്ടുകളെ പോലെയാണ്. 1ാമത്തെ നോട്ടും 8ാമത്തെ നോട്ടും ഒരുപോലെ വരുന്നു. അതുപോലെയാണ് ഈ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയാൻ കാരണം. പീരിയോഡിക് ടേബിളിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട 2 ശ്രമങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് ഡോബറീനർ കണ്ടുപിടിച്ച ട്രയാഡ്, മറ്റൊന്ന് ന്യൂലാൻഡ് ആവിഷ്കരിച്ച ഒക്ടേവ് എന്ന് പറയുന്ന സങ്കല്പം. രണ്ടും വളരെ ഈസിയാണ്. നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കും. ഓക്കെ, ബൈ.